അപ്പോൾ നിങ്ങൾക്ക് ഞാനിന്ന് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കാണിച്ചു തരാൻ പോവാണ്. ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോസൊക്കെ ആൾക്കാർ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു സ്ഥലമാണിത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കിക്കോ. അതിലോട്ടൊരു ഉണ്ടോ നമുക്ക് സമയമൊക്കെ മീൻസ് വറവ് സമയമൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ വന്നിട്ട് കുളിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ വന്ന് കുളിക്കുന്ന നനയ്ക്കുന്നതൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. വെള്ളം ഇതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കണ്ടോ. ഇത്രയും ഭംഗിയായിട്ടായിരിക്കും ഇതിനകത്ത് വെള്ളം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അരികൊക്കെ പോയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ട് കുളിക്കാം. നല്ല തണുത്ത വെള്ളമാണ്. അതുകൊണ്ട് മണിയാർ ഡാമില്ലേ, മണിയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതിനകത്തിൽ വരുന്നത്. അപ്പം ഇതിൽ വരുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മേളിലൊരു കനാലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ആ മണിയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ആലപ്പുഴ ഭാഗത്തോട്ടാണ്. ഇത് നമ്മുടെ പത്തനംതിട്ടയാണ്, പക്ഷേ ആലപ്പുഴ ഭാഗത്തോട്ട് ഇത് ഒഴുകും. ആലപ്പുഴ ഭാഗത്തോട്ട് പോയിട്ട് അവിടെ കൃഷി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ കൃഷിക്ക് സഹായകരമായിട്ടാണ് ഈ സാധനം. നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അവർ ഭരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റാണിത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കനാല് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിറച്ച് വെള്ളമാണ്. അപ്പം ഇത് തൽക്കാലം നമുക്ക് കുളിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് കേട്ടോ. കണ്ടില്ലേ, ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ഇതിങ്ങനെ ഒഴുകി താഴോട്ട് പോകും. പിന്നെ താഴെ ചെന്നിട്ട് അവിടെ കുറച്ച് വെള്ളം താഴും. പിന്നെ അവിടെ നിന്ന് താഴോട്ട് അങ്ങനെ ഒഴുകിപ്പോവും. പിന്നെ താഴെ ഒരു കണ്ടവും പാടവും ഒക്കെ ഉണ്ട്, അതിനകത്തോട്ട് ഈ വെള്ളം ഒഴുകിപ്പോവും. അപ്പോൾ അവിടെ ഇങ്ങനെ എന്താ പറയുക, ഈ അവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് നല്ല ഹരിത സുന്ദരമായിട്ടുള്ളൊരു കുഞ്ഞു വനം പോണക്കത്തെ ഒരു സ്ഥലമാണ്. വനമെന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് നല്ല സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ ഉണക്ക് സമയത്തൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് കുളിക്കുന്നതും നനയ്ക്കുന്നതും ഒക്കെ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു കൈവരിപ്പാതയിലൂടെ നമുക്കിങ്ങനെ പോകാൻ സാധിക്കും. അങ്ങനെ പോയി നടന്ന് പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ എന്താ പറയുക, ആ കനാല് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഉണ്ടാക്കിയ വർഷങ്ങൾ പഴക്കമുണ്ട്. അവർ എല്ലാ വർഷവും അവർ വന്നിട്ട് ഇത് ക്ലിയർ ചെയ്യും. ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്ന കാടും കാര്യങ്ങളൊക്കെ പറിച്ച് കളഞ്ഞ് നല്ല ക്ലിയർ ആക്കും. കണ്ടില്ലേ, ഇതാണ് ആ കനാല്. ഇതിൽ നിറച്ച് വെള്ളമാണ് കേട്ടോ. ഉണക്ക് സമയത്ത് ഇതിനകത്ത് വെള്ളം വിടും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഉണക്ക് സമയത്ത് ഇവിടെ വെള്ളം വിടും. ഇത് നമ്മുടെ മണിയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. ഇത് നിറച്ച് വെള്ളം വരും. ഒരു 2 ആൾ പൊക്കത്തിൽ ഇതിൻ്റെ അകത്തിൽ വെള്ളമുണ്ട്. അപ്പം നമ്മളൊക്കെ ഇവിടെ ഇതിൻ്റെ അടുക്ക ജനിച്ച് വളർന്ന കാരണം കൊണ്ട് കുഞ്ഞിലേ മുതൽ ഇതിനകത്ത് ചാടും, നീന്തും, കുളിക്കും, അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഞങ്ങൾ ഇതിലൊക്കെ വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ വീട്ടിൽ വെള്ളമുള്ളതുകൊണ്ട് വരാറില്ല, എങ്കിലും തോന്നുവാണെങ്കിൽ വരാം. അപ്പോൾ അവരുടെ തന്നെ സ്ഥലമാണിത്. അവരുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഈ മീൻസ് കനാലിൻ്റെ ഇതിന് വേണ്ടിയിട്ട് വണ്ടിയും വാഹനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന റോഡാണ്. ഇതൊരു ചെറിയ റോഡാണ് കേട്ടോ. പിന്നെ പറയാനാണെങ്കിൽ അവരുടെ തന്നെ പ്രൊജക്റ്റാണ്, അവരുടെ സ്ഥലങ്ങളാണ് ഈ താഴെ കിടക്കുന്നത് മൊത്തം. ഇത് ഉണ്ടാക്കിയ സമയത്ത് അവർ എടുത്തിരുന്ന മണ്ണും കല്ലും എല്ലാം ഒക്കെയാണ് ഈ താഴത്തെ ഭാഗങ്ങളിൽ ഇട്ടേക്കുന്നത്. അതിപ്പോൾ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്, അല്ലാതെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലത്. ഇതിങ്ങനെ നീളത്തിൽ കിടക്കുവാണ്, അങ്ങ് ദൂരേന്ന് വരുന്നതാണിത്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ച് താഴെയായിട്ട് ഇത് പോകുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് അങ്ങ് ദൂരേന്ന് വരുന്നതാണ്. ഇത് ആലപ്പുഴ ഭാഗത്തോട്ടൊക്കെ പോകും. ഇത് പല സ്ഥലത്തോട്ട് പോകുമ്പം ഇതിൻ്റെ സൈസ് കുറഞ്ഞ് ചെറു കനാലായിട്ടും വലിയ കനാലുമായിട്ടും ഒക്കെ ഇങ്ങനെ പലതായിട്ട് തിരിഞ്ഞു പോകാറുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ അകത്തിൽ ഇങ്ങനെ കുളിക്കാനും നീന്താനും ഒക്കെ ആയിട്ട്. പിന്നെ അവിടെ ദൂരെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അടുക്കലോട്ട് പോകാൻ കാണിക്കാം. അതിൻ്റെ അടുക്കലോട്ട് ചെല്ലുന്ന സമയത്ത് ഇവിടെ ആൾക്കാർക്ക് കുളിക്കാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് അവിടെ പടി കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെങ്ങും അങ്ങനെ അധികം ആൾക്കാർ കുളിക്കാനൊന്നും വരുന്നില്ല. അവർക്ക് നമ്മുടെ ഉണക്കാകുമ്പോൾ വീട്ടിലെ വെള്ളമൊക്കെ പറ്റുമല്ലോ എല്ലാവരുടെ. അപ്പം അങ്ങനെ പറ്റുന്ന സമയത്ത് കുറേ പേർക്ക് വലിയൊരു ആശ്രയമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സൂപ്പറാണ്. ഞാൻ ലൈവിലൊക്കെ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ നിങ്ങളെ കാണിക്കാം,
ഇങ്ങനൊരു സംഭവം നമുക്കിവിടെ ഉണ്ട്. അതിൽ വെള്ളം വിടാത്ത സമയത്ത് ഇവിടെ വന്ന് വീഡിയോസ് എടുത്തിട്ടുണ്ട്. പക്ഷെ വെള്ളം ഉള്ള സമയത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇത്രയും വെള്ളമുണ്ട്. എനിക്ക് താഴോട്ടൊന്നും ഇറങ്ങാൻ പറ്റുമല്ലോ. ഇറങ്ങാം, ഇപ്പം ഇറങ്ങുന്നില്ല. ഈ പടി കിട്ടിയേക്കുന്നത് കണ്ടോ, ഈ പടി ഒരു 10-13 പടിയുണ്ട്. അപ്പം ആ പടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനകത്ത് ഇറങ്ങി കുളിക്കാം. പിന്നെ ഇതിൻ്റെ അകത്തിലൊക്കെ പണ്ട് ഓരോരുത്തരൊക്കെ വീണ് മരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് സമയത്ത് എന്തോ അടിയിൽ കൂടെ ഒഴുകി പോകുന്നുണ്ട്. എന്തുവാന്നാ എനിക്കറിയത്തില്ല. നമുക്കറിയത്തില്ല, ഇതിൻ്റെ വെള്ളം ഇങ്ങനെ ആയതുകൊണ്ട് പച്ച കളർ പോലാണ് ഇതിൻ്റെ വെള്ളം. ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പം ഇതിനകത്തിലൊക്കെ പണ്ടൊക്കെ ഓരോരുത്തരൊക്കെ വീണ് മരിച്ചിട്ടുണ്ട്. ദൂരെ നിന്നൊക്കെ വീണവരൊക്കെ മരിച്ചൊഴുകിയൊക്കെ പോയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ തന്നെ കുറച്ച് പേരും മരിച്ചിട്ടുണ്ട്. വെള്ളമല്ലേ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് എന്തായാലും കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തായാലും ഇവിടുത്തെ കുറേ വിഷ്വൽസ് നിങ്ങളെ കാണിച്ചു തരാം. എന്തുവായാലും ഇങ്ങോട്ട് വന്നില്ലേ, അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന കുറേ വിഷ്വൽസ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം അതാണ്, നിങ്ങൾ കേരളത്തിൻ്റെ ഗ്രാമഭംഗി കണ്ടിട്ടില്ലേ? കേരളത്തിൻ്റെ ചില സ്ഥലങ്ങളിലെ ഗ്രാമഭംഗികൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നാടൻ പ്രദേശങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ നാടൻ പ്രദേശം ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പക്ഷെ നമുക്കാർക്കും അറിയത്തില്ല അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. അല്ലെങ്കിൽ നമ്മളത് ആസ്വദിക്കുന്നില്ല. നമ്മുടെ സ്വന്തം സ്ഥലത്തെ ഭംഗി ആസ്വദിക്കാതെ നമ്മൾ വേറെ പല സ്ഥലത്തും പോകും. എന്നിട്ട് അവിടെയാണ് നല്ലത്, ഇവിടെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും. പക്ഷെ നമ്മുടെ സ്ഥലങ്ങളുടെ ഭംഗി കൂടെ നമ്മൾ ആസ്വദിക്കണം, എങ്കിലേ നമുക്കതിനൊരു രസം ഉണ്ടാകത്തുള്ളൂ. ഇവിടേക്ക് നീന്തൊന്നും അറിയാൻ വയ്യാത്തവരൊക്കെ വന്നു കഴിഞ്ഞ് ചാടും ഇറങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപകടം സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ അതിമനോഹരമായിട്ടുള്ള ഒരു കനാലാണ് കേട്ടോ. പത്തനംതിട്ട ഏരിയയിലും ആ ഭാഗത്ത് ആലപ്പുഴ ഭാഗത്തൊക്കെ ഉണ്ട് കണ്ടോ, വെള്ളം വരുന്നത് കണ്ടോ. എന്തോ രസമാണെന്ന് നോക്കിക്കുക നിങ്ങൾ കണ്ടോ. പിന്നെ ഇവരുടെ തന്നെ ഇവർ ഈ സാധനം കടന്നു വരണമെന്നുണ്ടെങ്കിൽ നല്ല ദൂരത്തിൽ നിന്നല്ലേ വരുന്നത്. ഈ റെയിൽവേ വരുന്ന പോണക്കാണ്. അപ്പോൾ ഇവരൊരു പാലമൊക്കെ റോഡിന് ക്രോസായിട്ട് പണിതിട്ടൊക്കെയാണ് ഇത് വെള്ളം കൊണ്ടുവന്നേക്കുന്നത്. നിങ്ങളൊരു പാലം കണ്ടില്ലേ, ഒരു പാലം. ആ പാലത്തിൻ്റെ അകത്തുകൂടാണ് ഈ വെള്ളം കടന്നു വരുന്നത്. എന്നാലും അതിനൊരു ചോർച്ച പോലും ഇല്ലെന്നുള്ളതാണ്. അവർ കറക്റ്റായിട്ട് അതിനെ മെയിൻറ്റെയിൻസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഏറിയ മാത്രം നിങ്ങളെ കവർ ചെയ്ത് കാണിച്ചു തരാം. അപ്പം അതാണ് പണ്ടത്തെ പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോണൊക്കെ പറ്റിയൊരു കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടാണ് അവർ ആ ഓരോ കാര്യങ്ങളും ചെയ്ത് വെച്ചേക്കുന്നത്. അതിലൊരു പിഴവ് പറയാൻ പറ്റൂല, അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഇവിടെയൊക്കെ നല്ല ഒഴുക്കാണ് കേട്ടോ. അതായത് അടുക്കലൊക്കെ പോയെന്നുണ്ടോ, വെള്ളം വരുന്ന വരവ് കണ്ടോ. ഇത് ടണലാണ്. വെള്ളം വരാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ ടണൽ. കുറേ കാലം വർഷങ്ങളായിട്ടുള്ളതാണ്. ഞാനൊക്കെ ജനിക്കുന്നതിനൊക്കെ മുമ്പേ ഉള്ളതാണ് കണ്ടോ. അടുക്കലോട്ട് അധികം പോകുന്നില്ല, മൊബൈലും പോവും, ഞാനും പോവും, എല്ലാം പോവും. അതുകൊണ്ട് അത് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ടണൽ, പാലം. ഈ പാലത്തിൻ്റെ ലാസ്റ്റാണ് ഇത്. എൻട്രി അപ്പുറത്താണ്, അതിൻ്റെ ലാസ്റ്റ് ഇവിടാണ്. അപ്പോൾ ഇവിടുന്ന് ഈ പാലം കണ്ടോ, പാലം ഒരു 100 മീറ്റർ അത്രയും ദൂരം കാണും. അത്രയും ആവശ്യമുള്ള റോഡ് ക്രോസ് ചെയ്യുന്ന അത്രയും സ്ഥലം കണ്ടോ. ഇതാണ് ആ പാലം. ഇതിൻ്റെ അകത്തുകൂടാണ് കനാൽ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ മണ്ടയിൽ കൂടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താഴെ കൂടെ റോഡ് പോകണുണ്ടോ കണ്ടോ. ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പാലം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കണ്ടില്ലേ, അടിയിലൂടെ റോഡ് പോകുന്നുണ്ട് കണ്ടോ. ഈ പാലത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെ സംഭവമൊന്നുമില്ല. അതുപോലെ തന്നെ ആ കനാൽ പോകുന്ന സെയിം പാലം ഇതിങ്ങനെ പോവാണ്. ഇതിനൊരു അവസാനമില്ല.
ഇതിൻ്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിയാർ ഡാമാണ്. മണിയാർ ഡാമിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. അവിടെ നിന്നാണ് ഈ വെള്ളം ഈ ഒരു സമയത്തേക്കിന് വരുന്നത്. പണ്ട്, അതായത് ഈ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാനിവിടെയൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലൊരു പാറയൊക്കെ ഉണ്ട്. ഈ ഭയങ്കര ഒരു പാറയുണ്ട്. ആ പാറയുടെ മണ്ടയ്ക്ക് കയറുന്നൊരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൂടെ കയറും. ഭയങ്കര പാടാണ്. ഇപ്പോൾ അവിടെ കാടൊക്കെ കയറി കിടക്കുക. പക്ഷെ അതൊക്കെ അന്നൊന്നും ഞാൻ ഇത്ര ആക്റ്റീവായിട്ട് നിന്നിട്ടില്ല യൂട്യൂബിൽ. അന്ന് ഞാൻ ഇതിനകത്ത് കയറി കുറച്ച് ആൾക്കാർ മാത്രമേ അതൊക്കെ കണ്ടിട്ടുള്ളൂ. ആ പാലത്തിൻ്റെ എൻട്രി ഇവിടെ നിന്നാണ്. കണ്ടോ, വെള്ളം വന്ന് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒഴുകി ഇപ്പം നമ്മൾ ഈ നടക്കുന്ന ഈ പാലത്തിലേക്ക് കൂടെ കയറി അപ്പുറത്ത് പോകും. കണ്ടില്ലേ, ഇതിന് അവസാനമില്ല, ഇതിങ്ങനെ പോവാം. കണ്ടോ, ഇവിടെ ഒരു വലിയൊരു പാറയൊക്കെ ഉണ്ട്. പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാറയാണ്, നല്ല ഹൈറ്റിലുള്ള പാറയാണ്. ഇവിടെ നിന്നാലൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല അധികം. ഇങ്ങനെ മണ്ടേ പോകണം. കണ്ടോ, ഈ പാറ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഉണ്ട്. മണ്ടലൊന്നും കയറാൻ മുതിരുന്നില്ല. ഇങ്ങോട്ട് കയറാനുള്ള വഴി ക്ലോസായി, കാടെല്ലാം കൂടെ വളർന്നിട്ട്. ഒരു സമയത്ത് ഇതുവഴി മേലോട്ട് പോകാമായിരുന്നു. അവിടെ മേളിൽ റബ്ബറും തോട്ടമൊക്കെ ഉണ്ട്, കണ്ടില്ലേ. പക്ഷെ ഇപ്പം അങ്ങനെ പോകാൻ പറ്റത്തില്ല, കാരണം ഫുള്ള് കാടായി. രാത്രി കുറുക്കൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയറി വരുന്ന സ്ഥലമാണിത്. കുറുക്കന്, പന്നി, എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. ഇനി പുലി കൂടെ വരാനുള്ളൂ ബാക്കി. തെങ്ങൊക്കെ നിൽക്കുന്നുണ്ടോ, എന്ത് ഭംഗിയാണ് നിൽക്കുക. തെങ്ങ് നിറച്ച് തേങ്ങയാണ്. ഭാഗ്യം ചെയ്തവർ ഇല്ലയോ. അപ്പം ഈ സമയത്തെന്ന് പറഞ്ഞാൽ ആർക്കും വെള്ളവും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും വന്ന് വെള്ളം അടിച്ചു കൊണ്ടുപോവാം കേട്ടോ. കാരണം ഈ സമയത്ത് ഇവിടെയൊക്കെ വെള്ളം പറ്റും. ഒരുമാതിരിപ്പെട്ട മിക്ക വീടുകളിലും വെള്ളം പറ്റും, ചൂടിൻ്റെ കാര്യം കൊണ്ട്. അവരൊക്കെ വണ്ടിക്ക് വന്ന് 1-2 വണ്ടിക്കൊക്കെ വന്ന് പിക്കപ്പിനൊക്കെ വന്നിട്ട് വെള്ളം അടിച്ചുകൊണ്ട് പോകും കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾ. നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ലേ, വെള്ളം അടിക്കുന്നതാണ്. കണ്ടോ, വണ്ടി ക്രോസ് ഇട്ടിട്ട് അവർ വെള്ളം അടിച്ചുകൊണ്ട് പോവാണ്. വെള്ള ടാങ്കിനകത്ത് വെള്ളം അടിച്ചു കൊണ്ടുപോകണം. അതിലിപ്പുറത്തും വെള്ളമുണ്ട്. ഇവരൊക്കെ കണ്ട സൈഡായത് കാരണം കൊണ്ട് ഇവർക്കൊക്കെ നല്ല വെള്ളമുണ്ട്. നമുക്ക് ആ മലമണ്ടയ്ക്ക് ആയതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോ നമ്മുടെ സ്ഥലത്തിൻ്റെ അടുക്കലത്തെ ഒരു വീഡിയോ. വണ്ടി കണ്ടോ, ആ വണ്ടിയിലും അവർ വെള്ളം അടിച്ചുകൊണ്ട് പോവാണ്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. കാരണം ഇത് ഈ കനാല് സൈഡിൽ കൂടെ പോകുന്ന കാരണം കൊണ്ട്, ഇതിൻ്റെ ഉറവ ഒക്കെ അടിയിൽ കൂടെ പോകുന്ന കാരണം കൊണ്ട് അവരുടെയൊക്കെ കിണറ്റിൽ നല്ല വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം കൊണ്ടുപോയിട്ട് ആൾക്കാർക്ക് കുടിക്കാനും കുളിക്കാനും ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കും. അത് നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിൽ പോവാം. അപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തായാലും ഒരു വീഡിയോ ഞാൻ ഇന്ന് നമുക്ക് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ അവധിയുള്ളത്. അപ്പം ജോലിയുടെ കാര്യങ്ങളും കൊണ്ട് നമുക്ക് അങ്ങനെ അധികം വീഡിയോ എടുക്കാനും കാര്യത്തിനൊന്നും വേണ്ടി പോകാൻ പറ്റുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. നല്ല തെങ്ങ് നിൽക്കുന്നുണ്ടോ, തെങ്ങ് ഹൈറ്റ് കുറഞ്ഞ തെങ്ങാണ്. അപ്പം ആ തെങ്ങിലാണെന്നുണ്ടെങ്കിൽ തേങ്ങ, നല്ല വിളഞ്ഞ തേങ്ങ നിൽക്കുന്നുണ്ടോ. വിളഞ്ഞാണോ കരിക്കാണോ നമ്മുടെ അല്ല, വല്ലവരുടെ സാധനം കണ്ടോ. ഇതൊക്കെ വെട്ടി കുടിക്കണം, ഇപ്പം അടിപൊളിയായിരിക്കും. ഈ ഉണക്ക് സമയത്ത് കരിക്കൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ആ ചൂടിനെ ഒരു ശമനം കിട്ടും. കണ്ടില്ലേ, അടുത്തത് ഇതൊക്കെ വേണേൽ കൈ കൊണ്ട് പിടിക്കാവുന്നേ ഉള്ളൂ. കണ്ടോ, വേണ്ട, മോശമല്ലേ. ആരാൻ്റെ മുതൽ ആഗ്രഹിക്കരുത് എന്നല്ലേ പറയില്ലേ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റംബൂട്ടാനൊക്കെ ഒരു സമയത്തുണ്ടാകും കേട്ടോ. ഇവിടെ ഒരു വീട്ടിൽ ഇഷ്ടം പോലെ റംബൂട്ടാനുണ്ടാകും. അത് കായ്ച്ചു നിൽക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്തായാലും അതിൻ്റെ സീസണല്ല. നിൽക്കുന്നത് കണ്ടോ, റംബൂട്ടാനാണ്. റംബൂട്ടാൻ മരങ്ങൾ ഇഷ്ടം പോണക്ക് ഇവരുടെ വീട്ടിലുണ്ട്. അതൊക്കെ നമ്മൾ വന്ന് പറിക്കാറുമുണ്ട് ഇടയ്ക്കൊക്കെ നൈസായിട്ട്. അടിപൊളി റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ അടിപൊളി റംബൂട്ടാൻ, വലിയ കായുള്ള റംബൂട്ടാനാണ്.
സൂപ്പറാണ്. ഇതൊക്കെ വർഷങ്ങളായിട്ട് അവരുടെ വീട്ടിൽ നിൽക്കുന്ന റംബൂട്ടാനാണ് ഇതൊക്കെ, ഈ മരങ്ങളൊക്കെ. അപ്പം വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ കനാൽ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അപ്പുറത്ത് നിങ്ങളെ കാണിച്ച പോണക്ക് തന്നെ ഒരു പാലം ഇപ്പുറത്തും ഉണ്ട് കേട്ടോ. ആൾക്കാർക്ക് മേളിലോട്ട് വീട്ടിലോട്ട് കയറിപ്പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലം. ആ പാലം ആണ് ഈ പാലം എന്ന് പറയാൻ പറ്റില്ല. അത് പോണക്കത്തെ വേറൊരു പാലം. ഭയങ്കര പ്രൊജക്റ്റാണ് അവരുടെ കേട്ടോ. കണ്ടോ ഈ പാലം. മേളി വീടൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പോൾ അവിടെ താമസമൊന്നുമില്ല. കണ്ടില്ലേ? ഇതേ പാലം തന്നെ ഇവിടെ കവർ ചെയ്ത് താഴോട്ട് പോകും. കണ്ടോ, നമ്മൾ മുമ്പേ നിങ്ങളെ കാണിച്ച ആ ഒരു റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സെറ്റപ്പ്. എന്തായാലും കൊള്ളാം, നൈസാണ്. അപ്പോൾ മക്കളെ, ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. നിങ്ങളിതൊക്കെ ഒന്ന് കാണിച്ച്. ഇവിടെ എല്ലാം പന നന്നായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആ പന കൊണ്ട് പനങ്കായോ അങ്ങനെയൊന്നുള്ള പന ഒരു ഉപകാരമില്ലാത്ത പനയാണ്. കണ്ടോ, ഞാൻ ആദ്യമേ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അപ്പുറത്ത് പന, ഇപ്പുറത്ത് പന, കണ്ടില്ലേ? എല്ലായിടത്തും പനകളാണ്. വലിയ കാര്യമൊന്നുമില്ലല്ലോ. മറ്റേ പനനൊങ്കൊക്കെ ഉള്ള പനയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റുമോ? പക്ഷേ ഇതൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പം ശരി, ഈ ഒരു വീഡിയോ ക്ലോസ് ചെയ്യുക ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത വേറെ വീഡിയോസുമായിട്ടൊക്കെ വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ അഭിപ്രായം പറയണം. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് അടിക്കണം, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കണം. ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.